കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. പ്രവാസി മലയാളികൾ, ഗൾഫ് മലയാളികൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായി മണലാരണ്യത്തിലേക്ക് എത്തുന്നവർ, അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം, മറുനാട്ടിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഏതൊരു മലയാളികൾക്കും അഭിമാനിക്കാം. ശരിക്കും ആ തലയുയർത്തി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ പിന്നിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ കണ്ണീരിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയാണ് സ്വപ്നങ്ങളുടെ യാത്ര. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ജോലി അന്വേഷിച്ച് സൗദി അറേബ്യയിലെത്തുകയും തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് കാർഗോ സർവീസ്, സീ ബ്രീസ് എന്ന കാർഗോ സർവീസ് UAE-യിലും സൗദി അറേബ്യയിലും പിന്നെ നമ്മുടെ ഇന്ത്യയിലും നമ്പർ 1 ആക്കി മാറ്റുവാൻ സാധിച്ച അതിൻ്റെ സാരഥി ശ്രീ റാഷിദ് അലി ബാബുവാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒരു മിനി ഗൾഫാണ്. കേരളത്തിലെ മിനി ഗൾഫ് എന്ന് പറയുന്ന ഒരു ജില്ല മലപ്പുറമാണ്. മറ്റ് ജില്ലകളിലും ഗൾഫ് പ്രവാസി മലയാളികൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. എങ്ങനെയാണ് സൗദി അറേബ്യയിലേക്ക് പോകാൻ കാരണം? സൗദി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു മിക്ക ഫാമിലിയിൽപ്പെട്ട ആൾക്കാരും സൗദി അറേബ്യയിലാണ് ഫസ്റ്റായിട്ട് ഗൾഫിൽ പോകുന്നത്, ജോലി അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ പോകുന്നത് എപ്പോഴായിരുന്നു? 1989 ഓഗസ്റ്റ് 20. 89 ആദ്യമായിട്ട് അപ്പോൾ ഗൾഫ് കാണുന്നതും സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ എവിടെയായിരുന്നു? ജിദ്ദ. ശരിക്കും ആ ഒരു നമ്മുടെ നാടും പിറന്ന മണ്ണും ഒക്കെ വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് തിരിക്കുന്ന 1989-ലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ എന്ത് തോന്നിയിരുന്നു? ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റായിട്ടാണ് പോകുന്നത് ഗൾഫ്. വലിയ പ്രതീക്ഷയായിട്ടാണ് ഗൾഫ് പോകുന്നത്. പ്രതീക്ഷയൊക്കെ ചെല്ലുമ്പം ഉടനെ തന്നെ പ്രതീക്ഷയൊക്കെ മങ്ങലായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഇതല്ല. കാരണം നമ്മൾ വിചാരിച്ച ഗൾഫ് സൗദി വേറൊരു രീതിയിലാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മറ്റു നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധുക്കളൊക്കെ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സ്വപ്നം കാണും, ഗൾഫ് എന്ന് പറഞ്ഞൊരു സ്വപ്നം. പക്ഷെ നമ്മൾ ശരിക്കും ഗൾഫിൽ ഒന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ട സ്വപ്നം ഇതല്ല എന്ന് തോന്നുന്നത്. യഥാർത്ഥ ഗൾഫ് എന്താണെന്ന് നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ആ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുകയാണ് ശരിക്കും എന്താണ് ഗൾഫ്. ആ ഒരു ഗൾഫിലെ ജീവിതം എത്ര കാലമായിരുന്നു സൗദി അറേബ്യയിൽ? 1989 സൗദിയിൽ ഫസ്റ്റ് വന്നു. 2 ഇയർ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു സെയിൽസ്മാനായിട്ട്. 2 വർഷം. അപ്പോൾ ഈ 2 വർഷം ജീവിതാനുഭവം, കാരണം ഒരു കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തതാണ് ശരിക്കും നമ്മുടെ ഒരു ബേസ്. കാരണം നമ്മുടെ ഗൾഫ് എന്താണെന്നും അവിടുത്തെ കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ 2 വർഷം കൊണ്ട് ഏകദേശം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഹോൾസെയിൽ സെയിൽസ്മാനായിരുന്നു തുടക്കം കുറിച്ചത്. ഹോൾസെയിലായിട്ട് സെയിൽസ് റെപ്പ്. അപ്പം ആ സമയം കൊണ്ട് ഈ സൗദി ഭാഷ, മിസ്ർ, ഈജിപ്ത്, സുഡാന് എല്ലാ കാര്യങ്ങളുമായിട്ടും അവരുടെ ഈ എല്ലാ രാജ്യക്കാരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ കഴിഞ്ഞു. 2 വർഷം സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷം സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2 വർഷം കഴിഞ്ഞിട്ടാണ് 2 വർഷമായിട്ട് സ്വന്തമായിട്ട് അതേ ഫീൽഡിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എത്ര വർഷക്കാലം അങ്ങനെയായിരുന്നു? 2007 വരെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് കൂട്ടത്തിൽ തന്നെ 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നന്നായിട്ട്. ശരിക്കും കാർഗോ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമുക്ക് കാർഗോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരന്തരം നമ്മളെ സാധാരണക്കാരുമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സർവീസാണ് കാർഗോ. അതുമായിട്ട് എങ്ങനെയാണ്? 2007 ഈ കാർഗോ ഫീൽഡിലേക്ക് സൗദിയിൽ ആദ്യമായിട്ട് തന്നെ ഈ ഡോർ ടു ഡോർ കാർഗോ രംഗത്തേക്ക് വരുന്നത് ഫസ്റ്റായിട്ട് എൻ്റെ കമ്പനിയാണ്. ഈ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ആസ്വദിച്ചു. കാരണം ഏതൊരു പ്രവാസി അവൻ തിരിച്ച് 3 വർഷം 4 വർഷം, ഇന്നത്തെ കാലമല്ല, അന്നൊരു 5 വർഷം ആകാതെ സൗദിയിൽ നിന്ന് ആ ഒരു നാട്ടിലേക്ക് പോകില്ല. 5 വർഷം കണ്ടിന്യൂ ചെയ്യണം. 5 വർഷം അവൻ നാട്ടിൽ പോകുന്ന സമയത്ത് കൂടെയുള്ള റൂമിലുള്ള ആൾക്കാരുടെ സാധനങ്ങൾ തന്നെ ചില്ലറ പാക്കറ്റുകളുണ്ടാവും കൊണ്ടുപോകാൻ.
ഇത് അവൻ്റെ സാധനം കൊണ്ടുപോകാൻ കഴിയില്ല, കൂടുതലുള്ള റൂമിലുള്ള സാധനം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമ്മൾ കുറേ അനുഭവിച്ചതാണ്. 1989 പ്രവാസ ജീവിതം തുടങ്ങിയപ്പോഴേ മനസ്സിലാക്കിയത്. കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ആൾക്കാരുടെ സാധനങ്ങളുമായിട്ട് പോവുക, ഒരു ലിമിറ്റ് ആയിട്ടുള്ള ഒരു കിലോഗ്രാം മാത്രമേ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. 30 കിലോ വരെ, 30 കിലോ. അത് 4 വർഷം 5 വർഷം ആകുമ്പോൾ തന്നെ കുടുംബത്തിന് വേണ്ട സാധനങ്ങൾ 30-40 കിലോ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ റൂമേറ്റ് ഒരു 5 കിലോ 2 കിലോ ഇതൊക്കെ തരണം ചെയ്തിട്ട് കിലോക്ക് നല്ലൊരു എമൗണ്ട് എയർപോർട്ടിൽ ക്യാഷ് കിട്ടും. പെർ കിലോക്ക് 40 റിയാലെങ്കിലും അഡീഷണൽ അടക്കേണ്ടി വരും. അതൊരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, ലേബേഴ്സിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവർക്കുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് കാർഗോ ആണ്. അപ്പോൾ ആ കാർഗോയിലേക്ക് അവർ പോകും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സർവീസും കൂടെ ചെയ്യണമെന്ന്. ശരിക്കും ഇതൊരു കാർഗോ ഒരു ബിസിനസ് അല്ല, സർവീസ്. കാര്യം എന്ന് വെച്ചാൽ അമൂല്യമായ ഒരു 5 വർഷം ഒരു പ്രവാസി അവർ സ്വരൂപിച്ചു കൂട്ടുന്നത്, ഒരു ബൾക്കായിട്ട് പോയല്ല ആ ലേബർ വാങ്ങുന്നത്. ഓരോ മാസം അവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവൻ സ്വരൂപിച്ചെടുക്കുന്ന ആ പൈസയ്ക്ക് അവൻ കുറച്ച് സാധനങ്ങളായിട്ട് കൂട്ടും. ആ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ്റെ വെക്കേഷനും വരും. അപ്പോൾ അതാണ് അവൻ്റെ അമൂല്യമാണ്. അവൻ കഠിനാധ്വാനം ചെയ്ത, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയ അമൂല്യമായ സ്വത്ത്. അത് വളരെ സേഫ്റ്റി ആയിട്ട് എത്തിക്കുന്ന ഒരു സർവീസാണ് കാർഗോ എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു സേഫ്റ്റി എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്? കാരണം അവർ കഷ്ടപ്പെട്ട മാതിരി നമ്മൾ ഒരു 89 നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് സൗദി അറേബ്യയിൽ വന്നത്. അതിൻ്റെ യഥാർത്ഥ വാല്യൂ, വേദന നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു 30 കിലോ നമ്മളെടുത്ത് തരികയാണെങ്കിൽ ഒരു 8 മാസം 9 മാസം 10 മാസം കൊണ്ട് വാങ്ങിയ സാധനമായിരിക്കും തരിക. അവൻ്റെ ഉപ്പാക്ക്, ഉമ്മാക്ക്, വീട്ടിലെ അയൽവാസികൾക്ക്, ബന്ധുക്കൾ, സഹോദരങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾ അത്രക്കും അവൻ്റെ വാല്യുബിൾ സാധനങ്ങളാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു പരിഗണന കൊടുക്കണം. അതാണല്ലോ സർവീസ്. സീ ബ്രീസ് എന്ന പേര് നൽകാൻ കാരണം എന്താ? പല പേരും ചോയ്സ് നോക്കി. അപ്പോൾ ഒരു വെറൈറ്റി. ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്ന ജിദ്ദയിൽ നിന്ന് പിന്നെ ഇപ്പോൾ UAE എല്ലാ എമിറേറ്റ്സിലും ഇത് സീ ബ്രീസിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്, യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസ് ഉണ്ട്. ശരിക്കും ഒരു നമ്പർ 1 ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം സീ ബ്രീസ്. UAE ഒറ്റ പേര്, കാരണം ഒരുപാട് ക്വാളിറ്റി സർവീസ്, നല്ല ഗുഡ് സർവീസാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ 1 ആക്കി മാറ്റുവാൻ താങ്കൾ ചെയ്ത എഫോർട്ട് എത്രത്തോളം? നമ്പർ 1 ആക്കാൻ ഫീൽഡിൽ ഹാർഡ് വർക്ക് തന്നെ. അബ്സല്യൂട്ട്ലി ഹാർഡ് വർക്ക് ചെയ്യുക. ഫീൽഡിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 18 മണിക്കൂറും ഫീൽഡിൽ വർക്ക് ചെയ്യുക. കസ്റ്റമർക്കുള്ള കംപ്ലൈൻറ്റ്, കസ്റ്റമർ സർവീസ് ആണല്ലോ, പിന്നെ സ്റ്റാഫ്. അപ്പോൾ അത്രയും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മുടെ ജിദ്ദയിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് UAE വരവ്? സൗദി പറഞ്ഞാൽ ലിമിറ്റ് ബിസിനസ്സാണ്. അബ്സല്യൂട്ട്ലി. കാരണം ഒരു അവിടുത്തെ നിയമവും ഒക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻ, വിസയുടെയും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് മറ്റ് GCC അപേക്ഷിച്ച്. അപ്പോൾ ഏറ്റവും ഓപ്പൺ മാർക്കറ്റ് ആയിരിക്കും. ഓപ്പൺ മാർക്കറ്റ് UAE എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്ലി മാർക്കറ്റ്, നന്നായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സക്സസ് ആവാൻ പറ്റുന്ന സ്ഥലമാണ് UAE. അതുകൊണ്ടാണ് UAE-ലേക്ക് വന്നത്. UAE ആദ്യമായി ദുബായിൽ തന്നെയാണ് ഓഫീസ്. ബർദുബായിൽ. ഇന്ന് UAE ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇന്ന് 9 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് 10ാമത് തുടങ്ങാൻ പോകുന്നത് വളരെ ഷോർട്ട്ലി ഓപ്പൺ 10 കറാമ സെൻറ്ററിൻ്റെ അടുത്ത് തുടങ്ങാൻ പോകുന്നത്. പിന്നെ അല്ലൈൻ നെക്സ്റ്റ് ഈ വർഷം തന്നെ 2012 ഒരു 15ഓളം ഔട്ട്ലെറ്റ് കമ്പനിക്കുള്ള പ്രൊജക്റ്റിലുണ്ട് ഇടാനുള്ള. ശരിക്കും ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട്. കേരളത്തിൽ തന്നെ ആൾ ഓവർ കേരള. ഇന്ത്യയിൽ ബോംബെ, ചെന്നൈ, പഞ്ചാബ്,
ബാംഗ്ലൂർ. ഇനിയിപ്പോൾ ഹൈദരാബാദ്. ഇനി ഹൈദരാബാദ് നിയറസ്റ്റ് ഓപ്പൺ ഹൈദരാബാദാണ്. ഇന്ന് എത്ര സ്റ്റാഫുകളിൽ നിന്നാണ് ഈ സർവീസ് കാർഗോ സർവീസ് തുടങ്ങുന്നത് ജിദ്ദയിൽ? തുടക്കം കുറിക്കുന്നത് 3 സ്റ്റാഫ്. ഇന്ന് എത്രത്തോളം? ഇന്ന് ടോട്ടൽ സൗദി, UAE, ഇന്ത്യയിലും കൂടി 400 പേരും സ്റ്റാഫുകളുണ്ട്. കാരണം വളരെ പ്രത്യേക സീ ബ്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്റ്റാഫിന് വിസയ്ക്ക് പൈസ പോലും വാങ്ങാതെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം 1 രൂപ പോലും വാങ്ങാതെ അവർക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരുപാട് റിയാൽസ് ഗവൺമെൻറ്റിന് കെട്ടിവെച്ച് വേണമെങ്കിൽ എങ്കിൽ മാത്രമേ പത്താക്കയും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടത്തുള്ളൂ. പത്താക്ക എന്ന് പറയുമ്പോൾ ഐഡൻറ്റി കാർഡ്. ഈ ഐഡൻറ്റി കാർഡ് കമ്പനിയാണ്, കാരണം കമ്പനിക്ക് ഫ്രീ ആയിട്ടല്ല ഗവൺമെൻറ് കൊടുക്കുന്നത്. അത്രയും പൈസ ചിലവാക്കിയിട്ട് എംപ്ലോയീസിനെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നു വിസ. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരാനുണ്ടായേക്കാം. നമ്മൾ സ്റ്റാഫ് പറഞ്ഞാൽ ഒരു സ്റ്റാഫും മുതലാളിയുള്ള ഒരു റിലേഷൻ അല്ല, ഒരു ഫ്രണ്ട്ലി റിലേഷൻ, ഒരു കമ്മിറ്റ്മെന്റ്. കാരണം നമ്മളും 2 വർഷം ഒരു സെയിൽസ്മാനായിട്ട് 2 വർഷം സെയിൽസ്മാനായി ജോലി ചെയ്ത് അക്കാമ പുതുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവമുള്ള. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. Fly high with career in aviation engineering and management. Elevate yourself to new heights of excellence. Hindustan Academy. Our institutions: Hindustan Aviation Academy, MBA in Aviation Management, BTech in Aerospace Engineering, Aircraft Maintenance Engineering, Diploma in Aeronautical Engineering, Hindustan Electronics Academy Polytechnic, Diploma Engineering in Automobile, Mechanical, Aeronautical, Electronics and Communication, Computer Science and Information Science, and also Hindustan Business School for MBA and BBM. Hindustan Academy, Chinnapanahalli, Marthahalli, Bangalore. Phone 08065467129. Website www.hindustanacademy.com. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. ശരിക്കും ഒരു സർവീസ് അതായത് ഒരു ജനകീയമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾ വളരെ സാധാരണക്കാരാണ് ഇതിൽ ഈ കാർഗോ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ സ്വരൂപിച്ച് കൂട്ടുന്നവർക്കൊരു കിലോ കണക്കുണ്ടാവില്ല, അതിനൊരു കണക്കുണ്ടാവില്ല. കാരണം ഒരു ആൾക്ക് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നാട്ടിലെ ബന്ധുക്കൾക്ക്, ഉമ്മാക്ക്, വാപ്പാക്ക് ഇതൊക്കെ വാങ്ങുന്ന ഗിഫ്റ്റുകൾക്ക് ഒരു കണക്കുണ്ടാവില്ല. ശരിക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൈസയും കയ്യിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഇഷ്ടം പോലെ ഉണ്ട്. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം വാങ്ങിക്കൂട്ടിയത് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് ഇല്ലാത്ത അവസ്ഥ കുറേ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ പറയും, കാരണം വാല്യബിൾ അല്ലാത്ത ഗുഡ്സ് മാറ്റി വെച്ചിട്ട് നല്ല ഗുഡ്സ് കളക്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിടെ അവൈലബിലിറ്റിയാണ്. അത് നമ്മൾ സെയിൽസ്മാൻമാർ 100% പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരിക്കും സീ ബ്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ന് വളരെ കുറച്ച് ഷോർട്ട് പീരീഡിനുള്ളിൽ വളരെ അധികം വളർന്നു വലുതായി ഒരു നമ്പർ 1, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു നിലയ്ക്ക് വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. ഫുള്ളി ടോട്ടൽ കസ്റ്റമർ സർവീസാണ്. ടോൾ ഫ്രീ നമ്പർ എല്ലാം കസ്റ്റമേഴ്സ് ഫോർ എവറിത്തിങ് കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ടോൾ ഫ്രീ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടോൾ ഫ്രീ നമ്പർ പറഞ്ഞാൽ UAE എവിടെയുള്ള ഒരാൾക്കും അവനെ ഒരു പൈസ ചിലവില്ലാതെ സീ ബ്രീസ് ഓഫീസിലേക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഗുഡ്സ് എവിടെയുണ്ട്, അവനക്ക് എൻക്വയറിക്ക് വരെ അവന് ക്യാഷ് മുടക്കണ്ട. ഗുഡ്സ് എവിടെ എത്തിയെന്ന് ചെക്ക് ചെയ്യാൻ എൻക്വയറി ചെയ്യാം. ഗുഡ്സിൻ്റെ ഇന്ന സമയത്ത് എൻ്റെ ഗുഡ്സ് എടുക്കണമെന്ന് കോൾ ചെയ്യാം. ഇതൊക്കെ സീ ബ്രീസിൻ്റെ സർവീസിൽ ഒരു കോസ്റ്റും ആവാതെ തന്നെ ടോൾ ഫ്രീ നമ്പർ വരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുപാട് താങ്കളുടെ കൂടെ നിന്ന് ഒരുപാട് സഹായിക്കുന്ന ബന്ധുക്കളുണ്ട്. ആരൊക്കെയാണ്? കാര്യം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാടുണ്ട്. ആരൊക്കെയാണ്? അതായത് ഫാമിലി തന്നെ മേജറായിട്ട് സപ്പോർട്ട്.
ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയത്തിന് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതാണ് ശരിക്കും. കാരണം താങ്കളെപ്പോലെയുള്ള ഇതുപോലൊരു ബിസിനസ് ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ള ഒരാൾക്ക് പല പ്രാവശ്യവും മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കില്ല. ഇതൊരു ടോട്ടലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. 1% പോലും കുറയരുതെന്ന് ആഗ്രഹിക്കണം. 100%എങ്കിൽ 100% കസ്റ്റമറുടെ സംതൃപ്തി നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ കമ്പനി വളരുകയുള്ളൂ. ശരിക്കും ആ ഒരു ഫാമിലി സപ്പോർട്ട് നമുക്ക് ഇതിൽ ആവശ്യമാണ്. എത്രത്തോളമാണ് ഫാമിലി താങ്കളുടെ, കാരണം പല കാര്യങ്ങൾക്കും താങ്കളുടെ ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ബിസിനസ്സിന് എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട് സാറിന് കിട്ടുന്നത്? ഫാമിലി ഇപ്പോൾ കാര്യമായിട്ട് ഇന്ത്യയിലാണ് സെറ്റിൽ ചെയ്തത്. എത്ര കുട്ടികൾ? 3 കുട്ടികൾ. മൂത്തയാള് മോളാണ്. അവള് +1 കഴിഞ്ഞു, ഇപ്പം +2 പോകും. രണ്ടാമത്തെ ആൺകുട്ടിയാണ്, മൂന്നാമത്തത് ആൺകുട്ടിയാണ്. ഒരു 8ല്, ഇപ്പം 10th ആയി, മൂന്നാമത്തെ 10th ആയി. ഓക്കെ. അപ്പോൾ ശരിക്കും കാരണം എന്ന് വെച്ചാൽ സന്തോഷമായ ഒരു കുടുംബജീവിതമാണ് നമ്മുടെ ബിസിനസ്സിൽ വളരെ സക്സസ്ഫുള്ളായി മാറാൻ സാധിക്കുന്നത് അല്ലേ? അതെ, ഷുവർ, 100%. ഇന്ന് കാരണം എന്ന് വെച്ചാൽ എമിറേറ്റ്സിൻ്റെ ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഓഫ് ക്യാമറയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു എമിറേറ്റ്സിൻ്റെ 19-ാം തീയതി ഒരു അവാർഡ് കിട്ടുന്നു ഗുഡ് സർവീസ് ചെയ്ത. കാരണം പല രാജ്യങ്ങളിലും ഒരുപാട് സർവീസ്, അവർക്ക് സബ് സർവീസ് ഉണ്ട്, ആൾക്കാർ കാർഗോ ചെയ്യുന്ന ഒരുപാട്. ഇപ്പോൾ സീ ബ്രീസ് പോലെ തന്നെ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല സർവീസ് എൻട്രി എന്നുള്ളൊരു അവാർഡാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. UAE ഏറ്റവും ടോപ്പ് ഏജന്റ് അതിനുള്ള അവാർഡാണ്. അത് അനൗൺസ് ചെയ്തു. അപ്പോൾ അത് ഞാൻ താങ്കൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ എന്തായിരുന്നു സന്തോഷം? ഹാപ്പി, 100% ഹാപ്പി. കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു സപ്പോർട്ടിങ് കിട്ടുന്നു. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. Fly high with career in aviation engineering and management. Elevate yourself to new heights of excellence. Hindustan Academy. Our institutions: Hindustan Aviation Academy, MBA in Aviation Management, BTech in Aerospace Engineering, Aircraft Maintenance Engineering, Diploma in Aeronautical Engineering, Hindustan Electronics Academy Polytechnic, Diploma Engineering in Automobile, Mechanical, Aeronautical, Electronics and Communication, Computer Science and Information Science, and also Hindustan Business School for MBA and BBM. Hindustan Academy, Chinnapanahalli, Marthahalli, Bangalore. Phone 08065467129. Website www.hindustanacademy.com. Noran Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Noran Fancy, brighten the beauty in you. Noran Fancy, near Hotel Sagara, ground floor, TN Samriddhi, Vaidakad, Trivandrum. Mobile 9633685838. കലാ സാംസ്കാരിക പൈതൃക പൊലിമയുടെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ്. നോർത്ത് മലബാറിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ദ ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ. ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഞങ്ങൾ കസ്റ്റമർ സർവീസ് തന്നെ. മാർക്കറ്റ് കസ്റ്റമർക്ക് നിങ്ങൾ ഗുഡ്സ് പ്രാവശ്യം സീബ്രീസിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റി തന്നെ. കാരണം നമ്മൾ ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ സാധിച്ചാൽ ആ ആള് 10 പേരെടുത്ത് പറയും. മൗത്ത് പബ്ലിസിറ്റി. അതെ, അതിനെ വെല്ലാൻ വേറൊരു പബ്ലിസിറ്റി ഇല്ല. ഒരു പക്ഷേ ഈ ബിസിനസ്, കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ഒരു കാർഗോ സർവീസിൽ പോയിട്ട് വിജയിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് വിജയിക്കും എന്ന് മനസ്സിൽ കരുതിയിരുന്നു? വിജയിക്കും പറഞ്ഞാൽ 24 hours വർക്ക് ചെയ്യാൻ തന്നെ ആദ്യം നമ്മൾ തയ്യാറാവണം. എന്നാൽ ഏത് ബിസിനസ് വിജയിക്കും? കാരണം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. കാരണം പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ബിസിനസിന്റെ ഫസ്റ്റ് ആയിട്ട് ബേസ്. അത് കഴിഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആർക്കും ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് എത്രയും ചെയ്യാം, എവിടെയും ചെയ്യാം. പക്ഷെ ബിസിനസിനെ കുറിച്ച് ഒരു ഐഡിയയും വേണം. അതിനെക്കുറിച്ചുള്ള അത് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവണം. ഇന്ന് ഒരുപാട് സർവീസ്, കാരണം എന്ന് വെച്ചാൽ ലോറി, ട്രക്ക് ഒക്കെ ഇന്ന് UAE ഒരുപാടുണ്ട്. എത്രയാണ് ഉള്ളത്?
സർവീസ് കൊറിയർ സർവീസ് വേണ്ടി 24 പോയി. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ യു എയിൽ നമ്മളൊരു കോൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി തന്നെ കോൾ വന്ന ആ നിമിഷം വിത്തിൻ 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ യു എയിൽ എവിടെ വന്നാലും കറക്റ്റ് ചെയ്യും. ശരിക്കും ഒരു പ്രവാസ മലയാളിയുടെ ജീവിതം എങ്ങനെയാണ്? പ്രവാസ മലയാളി ജീവിതം പോലെ ഒരു 20 വർഷം 30 വർഷം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക് വരവ്. ചില പ്രവാസികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വീടോ കാര്യങ്ങളോ ഒന്ന് ഉണ്ടാക്കും. ഒരു വീടൊന്നും സ്വപ്നമായിട്ടാണ് കയറി വരിക. ചിലർ പരാജയപ്പെടും, ചിലർ കൂടുതൽ ഷുഗറായിട്ടും പ്രഷറായിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് കൊണ്ട് അവരെ വിഷമങ്ങളൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അവർ തരുന്ന സാധനം 100% ആയിട്ട് നമ്മൾ സേഫായിട്ട് എത്തിക്കണം. അതാണ് നമ്മളിലുള്ള വിശ്വാസം. അവർക്ക് അതാ വേണ്ടത്. അതും കൂടി അവർക്ക് നമ്മൾ പരാജയപ്പെടുത്തി കൊടുക്കാൻ പാടില്ല. അവരെന്നെ പരാജയത്തിൽ നിന്നാണ് നമ്മളടുത്തേക്ക് ഈ സാധനം തരുന്നത്. ആ വേദന നമ്മൾ ഉൾക്കൊള്ളണം. ശരിക്കും മലപ്പുറം ജില്ലയിൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി നെടിയിരുപ്പ് അറിയും. കൊണ്ടോട്ടി എയർപോർട്ട് എയർപോർട്ടിന്റെ അടുത്ത് നെടിയിരുപ്പ്. പിതാവിന് എന്തായിരുന്നു? പിതാവ് കൃഷി, അഗ്രികൾച്ചർ. ശരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കൃഷിക്കാരൻ്റെ അന്നത്തെ കാലത്ത് മക്കളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം നൽകാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ. എത്രത്തോളമാണ് മാതാപിതാക്കൾ താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? നല്ലൊരു ശതമാനം സ്വാധീനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് അവർക്ക് നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ശരിക്കും എങ്ങനെ പെരുമാറണം. പിന്നെ ബന്ധത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുകയാണ്. കുടുംബ ബന്ധത്തിന് ഞങ്ങൾ 8 മക്കളാണ്. പാക്കും 4 ആണും 4 പെണ്ണും. എൻ്റെ മൂത്തത് ഞാൻ 5ാമത്തെ. ബാക്കി മൂത്തത് 2 സ്ത്രീ, താഴെ 2 സ്ത്രീ. മൂത്ത 2 ചേട്ടന്മാരും എൻ്റെ ഒരു അനിയനുമുണ്ട്. അവനിപ്പോൾ സൗദിയിൽ ബിസിനസ്സായിട്ട് പോകുന്നുണ്ട്. അനിയൻ. ഒരു ചേട്ടനും സൗദിയിൽ ബിസിനസ്സായിട്ട്. കുടുംബ ബന്ധത്തിന് ഒരു ഐക്യം അതാണ് നമ്മൾ ബിസിനസ്സിൽ തന്നെ കുടുംബം. ഇപ്പം ഞങ്ങൾ ജിദ്ദയിലുള്ള ബിസിനസ്സിലൊക്കെ ഫാമിലി അറ്റാച്ച് ചെയ്തിക്കാണ്ട് പാർട്ണർഷിപ്പ് ലീഡിലാണ് പോകുന്നത് ജിദ്ദയിലുള്ള. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഇതുവരെ എത്തി നിന്നതിൽ ദൈവവിശ്വാസവും ദൈവാനുഗ്രഹവും പിന്നെ അതിലുപരി നമ്മളെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു ഐക്യവും തന്നെയാണ്. കുടുംബ ബന്ധത്തിൻ്റെ ഐക്യം തന്നെ നമ്മൾ ബിസിനസ്. നമ്മൾ മൈൻഡ് ഫ്രീ വേണം എപ്പോഴും. നല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം വേണം. അന്തരീക്ഷം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. കുടുംബത്തിലൊരു അന്തരീക്ഷം വേണം. ഇതൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ കഴിയുള്ളൂ. ഓരോ പ്രവാസിയും അവൻ ജീവിക്കുന്നത് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. കുടുംബം എന്നുള്ള സ്വപ്നമാണ്. കുടുംബം, മക്കൾ അവരെ നല്ല നിലയിൽ എത്തിക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലൊരു വീട് വെക്കണം, നാട്ടിൽ സുഖമായി ഉള്ള ഇതെല്ലാം കഴിയുമ്പോൾ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടവരാണ്. തിരിച്ചു പോകുമ്പോൾ നാട്ടിൽ സുഖമായിട്ട് കഴിയണം. ഇതാണ് ഒരു ആവറേജ് പ്രവാസിയുടെ സ്വപ്നം. ഈ സ്വപ്നങ്ങൾ പലതും ചിലപ്പോൾ ബന്ധുക്കളുടെ ഐക്യം കൊടുത്താൽ, അവരുടെ സ്നേഹം കൊടുത്താൽ ഈ സ്വപ്നങ്ങളൊക്കെ അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതാണ് ഓരോ പ്രവാസി മലയാളികളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ തരുന്നത്. ഇതുവരെ എത്തിയതിൽ വളരെ സന്തോഷം തന്നെ. 100% സന്തോഷം. ഈ വിജയത്തിന്റെ രഹസ്യം കഠിനാധ്വാനം. സ്വപ്നം കാണാറുണ്ടോ? വല്ലപ്പോഴും ഉണ്ട്. ഇനിയുള്ള സ്വപ്നം ഉള്ള സർവീസ് കണ്ടിന്യൂ ചെയ്ത് പോകണം. നല്ല സർവീസ് കൊടുക്കണം. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം. സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അതാണ് ഇനിയുള്ള സ്വപ്നം. അതിനെ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന, നല്ല നല്ല സന്ദേശങ്ങൾ, നന്മയുടെ വശങ്ങൾ മനസ്സിലാക്കി തന്ന നല്ലൊരു അഭിമുഖമായിരുന്നു ശ്രീ റഷീദ് അലി ബാബുവായിട്ടുള്ള ഇൻ്റർവ്യൂ. ശരിക്കും ഒരു സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരുപാട് സാധാരണക്കാരിൽ നിന്ന് അവരുടെ അമൂല്യമായി അവർ നേടിയെടുക്കുന്ന അവരുടെ സ്വത്തിനെ ഒരു കേടുപാട് പോലും കൂടാതെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സീ ബ്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ 24 മണിക്കൂറും അലർട്ടായിട്ട് നിന്ന് ടോട്ടൽ കസ്റ്റമർ സർവീസിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. ഒരുപാട് തൊഴിലാളികൾ അവരെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവരുടെ സേവനത്തിന് മാത്രം ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളുടെ ഐക്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു ബിസിനസ്മാനായി മാറുവാൻ കഴിയുള്ളൂ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
എന്തായാലും നമുക്ക് ഒരുപാട് നന്മകൾ നേരാം, ഒരുപാട് അനുഗ്രഹങ്ങൾ സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.